എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കണ്ണീർത്തുള്ളിയായ എൻ്റെ കഥ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പറയാൻ പോണത്. ഞാൻ ചെറുപ്പത്തിൽ വളരെ വേൾഡായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം അവിടെ നല്ല അച്ചടക്കാനുസരണയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു എൻ്റേത്. അങ്ങനെ ഞാൻ വളർന്നു, എന്നെ കല്യാണം കഴിച്ചു, എന്നെ ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ കണ്ണുനീർത്തുള്ളിയുടെ ആ ഒരു അനുഭവം എനിക്കുണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇളയ കുട്ടിയായിരുന്നു. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തന്നെ ജീവിച്ചു വന്നു. പക്ഷേ എൻ്റെ കല്യാണത്തിന് ശേഷം ആ ഒരു ഇതിൽ നിന്നും മാറി ആരെ എന്തെന്ന് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു വികാരമായിട്ട് അതങ്ങ് മാറി. അപ്പം പ്രതികരിക്കാനുള്ള ആ ശേഷി എനിക്ക് നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ചെന്ന് കയറിയ വീടാണ്, അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ലല്ലോ. അപ്പം അങ്ങനെ പ്രതികരണ ശേഷി ഉണ്ടായിട്ടും പ്രതികാരം എടുക്കാതെ കണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് നിന്നു. കാലങ്ങൾ കുറേ കടന്നുപോയി, മക്കളായി. പക്ഷേ എൻ്റെ മോള് ചെറുതായപ്പോൾ തന്നെ അവരെ വീട്ടിൽ നിന്നുള്ള ഒരു അനുഭവം വന്നപ്പം അതെനിക്ക് പ്രതികരിക്കാതിരിക്കാൻ ഒക്കാത്ത ഒരവസ്ഥ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലോണം പഠിക്കുന്ന ഒരു മോളായിരുന്നു എൻ്റെ മോള്. പക്ഷേ തുടർന്ന് പഠിക്കേണ്ട അവർ സമ്മതിച്ചില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവരത് സമ്മതിക്കാതിരുന്നു. അപ്പം അവിടെ അമ്മേൻ എന്ന നിലയിലാണോ എന്തോ, കാരണം എനിക്ക് ഭർത്താവ് അപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ മോളെ ഭാവി എന്നെപ്പോലെ തന്നെ എവിടെ എത്താതെ പോകുന്നുള്ള തോന്നൽ വന്നു. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ മോളെ ഞാൻ പഠിപ്പിക്കുന്നുള്ള ഒരിതിലെത്തി. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ മോളെയായിട്ട് പഠിപ്പിച്ച് അവരെ ധിക്കരിച്ചും കൊണ്ട് പഠിപ്പിച്ചു. പക്ഷേ അവിടെയും കുറേ എനിക്ക് യാതനകൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെ പുസ്തകം വായിക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഇടാൻ സമ്മതിക്കില്ല. അപ്പം അവരത് എടുത്ത് മാറ്റി ലൈറ്റ് ഓഫാക്കി വെക്കും. കാരണം ലൈറ്റ് ഇട്ട കറണ്ട് ബില്ലടക്കാൻ നിൻ്റെ അച്ഛൻ മരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അവരായൊരു സംസാരത്തിൽ. അപ്പം ഇതെങ്ങനെയാണ് എന്ത് പറഞ്ഞാലും ഇവരെ മുന്നിൽ തോറ്റു കൊടുക്കാനും എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ പ്രതികരിക്കാൻ എനിക്ക് അതും ഒരു ഭയമായിരുന്നു. കാരണം പോകാനും മറ്റൊരു ഇടമില്ലല്ലോ. അങ്ങനെ ഞാനൊരു ഐഡിയ കണ്ടെത്തി. ഈ വീഴുന്ന ഓലകളൊക്കെ പൊറുക്കി വെച്ചിട്ട് അത് വെളുപ്പിനെ ഞാൻ എൻ്റെ മോളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് മുറ്റത്ത് തീയിട്ടിട്ട് അവളെ ആ ഒരു വെട്ടത്തിൽ പഠിപ്പിക്കും. അപ്പം അങ്ങനെ പഠിപ്പിച്ച് എൻ്റെ മോൾ നല്ല മാർക്കോടുകൂടി ജയിച്ച് +1 ആയി, +2 ആയി. പിന്നീടായിരുന്നു ശരിക്കും നമ്മളെ ആ ഒരു ജൈത്രയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൾ നല്ല രീതിയിൽ പഠിച്ചു. അവൾ BScക്ക് വേണമെന്ന് പറഞ്ഞു. അവളെ BSc പഠിപ്പിച്ചു. നല്ലൊരു നേഴ്സായിട്ട് ഇന്ന് എൻ്റെ മോള് ജോലി ചെയ്യാണ്. അപ്പം നമ്മൾക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെടാതെ കണ്ട് നമുക്ക് ചില സമയത്ത് നമ്മൾക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോവും എന്നുള്ളിടയ്ക്ക് ചിലപ്പം സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം മക്കൾക്കുള്ള ആ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ആ പ്രതികരണ ശേഷി വീണ്ടെടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു പ്രേരണ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രേരണ, ആ ഒരു ത്യാഗം, ആ മനോബലമൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ. കാരണം ഒരു കണ്ണീർ തുള്ളി തന്നെയായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഇന്നല്ല, ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. കാരണം 2 മക്കൾ ജോലിക്കാരായി. ഇന്ന് എൻ്റെ ഇഷ്ടത്തിന് അവർ അമ്മയ്ക്ക് പഠിക്കണം, അമ്മേനെ പഠിപ്പിക്കുന്നു, അമ്മയ്ക്ക് യാത്ര ചെയ്യണം, അമ്മേനെ യാത്ര ചെയ്യാൻ കൊണ്ടുവരണം, എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ മക്കളുമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു.